ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സഹോദരിയുടെ മൈലാഞ്ചിരക്കത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ശനിയാഴ്ച ഞാൻ ഹൽദിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹൽദിയുടെ അന്ന് ഇൻട്രോ എടുത്ത് തന്നിട്ടുള്ള കണക്ക് എനിക്ക് ഇതിനകത്ത് ഇൻട്രോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളായതുകൊണ്ട് കോപ്പിറൈറ്റിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വോയിസ് മാറ്റിയിട്ടുള്ളതും. നമ്മുടെ നാസിലെ പുതിയ പെണ്ണിന് ഫുഡ് കൊടുത്തിട്ട് പോണതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. പിന്നെ അയറക്കുട്ടിയുടെ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുട്ടിയായ കൊച്ചാപ്പായിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ സ്വാലിഹ കുട്ടി ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ ബ്ലോഗിലൊക്കെ ഇടുന്നതാണ് കേട്ടോ. ഇത് ഇപ്പം ഒത്തിരി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെന്ന് ആ സമയത്താണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അവിടെ നാത്തൂനും മക്കളും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഡുവും മറ്റേ അനാറൊക്കെ പൊടിയടിക്കായിരിക്കും അങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോണതാണ്. അത് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും മൈലാഞ്ചി ഇടാനായിട്ട് ചെറുക്കൻ്റെ പുതിയാപ്പിളയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരും കേട്ടോ വൈകിട്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മണവാട്ടിക്ക് കോരി കൊടുക്കാനായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഇങ്ങനെ സെറ്റായിട്ടിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഫുഡും കഴിച്ചിട്ട് ചെന്നപ്പോഴത്തേക്ക് ആകെ സ്റ്റേജിലൊരു ബഹളമായിരുന്നു, പാട്ടും കാര്യങ്ങളുമായിട്ട്. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അവരിതാ പുതിയ എണ്ണം അനിയത്തിയും എല്ലാവരും കൂടെ ഇങ്ങനെ ലൈല ലൈല എന്നുള്ള പഴയ നമ്മൾ ആൽബം സോങ് ഇല്ലേ, അതിട്ട് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണവാളൻ ചെക്കൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ, ബാക്കി എല്ലാവരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്നു. ഇത് മൈലാഞ്ചിരക്കത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ മുട്ടായിയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കൊടുക്കുന്നത് കല്യാണത്തിന് ഇത് കല്യാണത്തിൻ്റെ അന്ന് ഞായറാഴ്ച ഇടാനുള്ള ഡ്രസ്സാണ്. ഇപ്പം അങ്ങനെയല്ലേ, തലേന്നേ കൊണ്ട് കൊടുക്കുകയല്ലേ ആ ഡ്രസ്സാണ് കേട്ടോ അത് കഴിഞ്ഞ് മുട്ടായി എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി നമ്മളെ മണവാട്ടി ഡ്രസ്സ് മാറിയിട്ട് വരുന്ന രംഗമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, മാഷാ അല്ലാഹ് നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് പിന്നെ ഒരു ചടങ്ങ് നടത്തുന്നതാണ് കേട്ടോ. ചടങ്ങെന്ന് വെച്ചാൽ ഇങ്ങനെ അവർ കയ്യിൽ ഇങ്ങനെ വെറ്റില വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മധുരവും കോരി കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അതുപോലെ ചെയ്ത് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അടുത്ത മാസത്തെ നമ്മുടെ പുതുമണവാളനും മണവാട്ടിയാണ്. സനായ കെട്ടുന്ന മണവാളൻ ചെക്കനില്ലേ, അതിൻ്റെ സഹോദരനാണ്. പിന്നെ നമ്മുടെ ഹിബക്കുട്ടിയുടെയും ജാസ്മിയുടെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ് എല്ലാവരെയൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കുടുംബക്കാർ മാത്രം ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന സമയത്ത് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചില്ലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോ ചെറിയ രീതിയിലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മളൊരു 9-10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ നമ്മൾ അവിടെയാണ് കിടന്നത് കേട്ടോ, ശനിയാഴ്ച കിടന്ന്. അങ്ങനെ എന്തായാലും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.